തിരുവനന്തപുരത്തെ പോളിംഗ് ശതമാനം കൂടിയത് വിജയക്കണക്കിന് അനുകൂലമെന്ന് പറയുമ്പോഴും രാഷ്ട്രീയ കക്ഷികൾ ആശങ്കയിലാണ്. 68.6% തിരുവനന്തപുരത്തെ പോളിംഗ്. പ്രതീക്ഷിച്ച മണ്ഡലങ്ങളിൽ വേണ്ടത്ര ലീഡ് ഇല്ലാത്തത് യുഡിഎഫിന് തലവേദനയാകുമ്പോൾ സാമുദായിക വോട്ടുകളുള്ള മേഖലകളിൽ ലീഡ് കൂടിയത് ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസം കൂട്ടുന്നുണ്ട്. ഒ രാജഗോപാലിന്റെ സാന്നിധ്യത്തിൽ ബിജെപിയുടെ വിജയപ്രതീക്ഷയും ചെറുതല്ല. കഴിഞ്ഞ തവണത്തെ 65.74 എന്ന കണക്ക് തിരുവനന്തപുരം മറികടന്നു. ഇതുതന്നെയാണ് പാർട്ടികളുടെ വിജയപ്രതീക്ഷകൾക്ക് ആക്കം കൂട്ടുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നതും. അടിയൊഴുക്കുകളും ന്യൂനപക്ഷ വോട്ടുകളുടെ കേന്ദ്രീകരണവും വിജയിയെ നിശ്ചയിക്കും വിധം ശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലം ആർക്കൊപ്പമെന്ന് വോട്ട് യന്ത്രത്തിലായി കഴിഞ്ഞിട്ടും പ്രവചനാതീതം. പോളിംഗ് ശതമാനം ഉയരുന്നത് യുഡിഎഫിന് അനുകൂലമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണത്തെ പോലെ 7 നിയോജക മണ്ഡലങ്ങളിലും യുഡിഎഫ് ലീഡ് പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകളുള്ള തീരദേശ മേഖലയിലുണ്ടായ കനത്ത പോളിംഗ് അനുകൂലമാകുമെന്നാണ് പ്രതീക്ഷ. മികച്ച ലീഡ് പ്രതീക്ഷിച്ച വട്ടിയൂർക്കാവിലും തിരുവനന്തപുരം സെൻട്രലിലും മത്സരം കടുത്തെങ്കിലും ലീഡ് നിലനിർത്താനാകും. നെയ്യാറ്റിൻകരയിലും കോവളത്തും വോട്ട് ചോർച്ചയുണ്ടാകും. ഇവിടുത്തെ കുറവ് ബാക്കിയുള്ളിടങ്ങളിലെ ലീഡ് കൊണ്ട് നേരിടാം. എത്ര കുറഞ്ഞാലും 1,00,000-ത്തിന്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ ജയമുറപ്പെന്നാണ് യുഡിഎഫ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സാമുദായിക വോട്ടുകളിൽ കണ്ണുവച്ച നെയ്യാറ്റിൻകര ും കോവളത്തുമുണ്ടായ മികച്ച പോളിംഗ് അനുകൂലമാകുമെന്നാണ് എൽഡിഎഫ് പ്രതീക്ഷ. കഴക്കൂട്ടത്തും പാർട്ടി വോട്ടുകൾ ലീഡ് നൽകും. പ്രമുഖരെ തറപ്പറ്റിച്ച ചരിത്രമുള്ള മണ്ണിൽ ഇത്തവണ ചെങ്കൊടി പാറിക്കുമെന്ന ആത്മവിശ്വാസം മുന്നണിക്ക് ചെറുതല്ല. അതേസമയം വട്ടിയൂർക്കാവ്, നേമം, സെൻട്രൽ എന്നിവിടങ്ങളിൽ വ്യക്തമായ മുന്നേറ്റം പാർട്ടിക്ക് നടത്താനായെന്നാണ് ബിജെപിയുടെ വിലയിരുത്തൽ. 2004-ലെ 2,28,000 വോട്ട് എന്നത് ഇത്തവണ ഉയർത്താനാകുമെന്നും ബിജെപി പ്രതീക്ഷിക്കുന്നു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട നേമവും കോവളവും ഒഴികെ ബാക്കി 5 നിയമസഭാ മണ്ഡലങ്ങളും യുഡിഎഫിനൊപ്പമാണിപ്പോൾ. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.